ഹലോ, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള കോവക്ക വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ഈ കോവക്കൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം മാത്രം ചേർത്തിയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കോവക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോവക്ക എടുക്കുമ്പോൾ 1/2 കിലോ കോവക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അത് ഞാൻ നടുകെ കട്ട് ചെയ്തിട്ട് 4ആയിട്ട് പിന്നെയും കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിച്ച് വെച്ചിട്ട് ഒരു 3/4 വേവാണ് വരേക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. ഞാൻ ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഏകദേശം ഇത് 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്ന ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഈ 1/2 കിലോ കോവക്കയിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കുറച്ചാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സാമ്പാർ പൊടി ഇട്ടിട്ട് കോവക്ക മെഴുക്ക് പുരട്ടി ഒന്ന് തയ്യാറാക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് എണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ കോവക്കയിലേക്ക് സാമ്പാർ പൊടിയൊക്കെ പിടിക്കണവരേക്ക് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടിട്ട് ഇത് ഒന്നും പാടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്നും പാടെ അടിച്ച് വെച്ച് കുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം ഇതാ നല്ലവണ്ണം തന്നെ ഈ സാമ്പാർ പൊടിയൊക്കെ പിടിച്ചത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും പാടെ മൊരിഞ്ഞിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് സമയം പാടെ വെക്കാം. അപ്പം ഞാനൊരു മെഴുക്ക് പുരട്ടി രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കോവക്കയിലേക്ക് നമ്മൾ വേറൊന്നും ചേർത്തി കൊടുക്കണില്ല. സാമ്പാർ പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും മാത്രം ചേർത്തിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.